ഹായ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ആമസോൺ KDPനെ പറ്റിയിട്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആമസോൺ KDPയിൽ ഇനിയും അതിനെപ്പറ്റി ഒരുപാട് ടോപ്പിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ നമ്മൾ ഈ പബ്ലിഷിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ സെൽഫ് പബ്ലിഷിങ് എസ്പെഷ്യലി ഒരു പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഡം തിങ് ടു ഡു. ലൈക്ക് യു ഹാവ് ടു മേക്ക് യുവർ ബാസ്ക്കറ്റ് ബിഗർ. ലൈക്ക് കുറച്ച് ബുക്സ് കോബൽ പബ്ലിഷ് ചെയ്യുക, കുറച്ച് ബുക്ക് നമ്മുടെ ആമസോണിൽ പബ്ലിഷ് ചെയ്യുക. ബട്ട് യു ഷുഡ് നോട്ട് ബി റിലൈങ് ടു മച്ച് ഓൺ എനി സിംഗിൾ പ്ലാറ്റ്ഫോം. സോ ഇറ്റ് വിൽ ബാലൻസ് ഔട്ട്. അതായത് ഇൻ കേസ് വൺ ഗെറ്റ്സ് മെസ്ഡ് അപ്പ് ദർ ഈസ് അതർ വൺ ഓൾവേസ്. അതർവൈസ് എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാത്രം ടൂ മച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. യു മേ ഹാവ് സീൻ സം യൂട്യൂബേഴ്സ് getting into this kind of trouble. Like they focus only on one platform. End of the day ഈ പ്ലാറ്റ്ഫോമിൽ ബാൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈവൻ ഗ്രേറ്റർ ചാൻസസ് ദാൻ ഇൻ യൂട്യൂബ്. അല്ലെ ഈ കണ്ടൻറ് ഗൈഡ് ലൈൻസ് ആയതുകൊണ്ട് ഈ റിട്ടേൺ കണ്ടൻറ് ആയതുകൊണ്ട് യു ഗെറ്റ് ലൈക്ക് കോട്ട് വെരി ഈസിലി. സോ കമ്മിങ് ബാക്ക് ടു കോപ്പറേറ്റിംഗ് ലൈഫ്. കോപ്പറേറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കാനഡിയൻ കമ്പനിയാണ്. ആമസോൺ ഓൾമോസ്റ്റ് US അവരുടെ പോളിസി വെച്ചിട്ടാണ് പോകുന്നത്. കോപ്പ കുറേ കൂടി എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ട് ഓതേഴ്സിനൊക്കെ കുറേ കൂടി ഫെസിലിറ്റി കൊടുക്കുന്ന ഇതിന്. പക്ഷേ ഒരു സംടൈംസ് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വോക്ക് കൾച്ചർ അതായത് കാനഡയിൽ കൂടിയ അതുകൊണ്ട് തന്നെ യു ഷുഡ് നോ ഗോ അഗെയിൻസ്റ്റ് ദാറ്റ് തിങ്. അത് ചെയ്യാണ്ടിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, ആമസോണിൻ്റെ KDPന് മാതിരി പേയ്മെൻറ്റ് അത്ര ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദം സെപ്പറേറ്റ്ലി ടു ഗെറ്റ് യുവർ അക്കൗണ്ട് ലിങ്ക്ഡ് ആൻഡ് ഓൾ. അതിന് കുറച്ച് നൂലാമാലകളുണ്ട്. നോട്ട് എന്താ പറയുക, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് യു മേ ഹാവ് ടു ബാക്ക് ആൻഡ് ഫോർത്ത് കുറച്ച് മെയിൽ അയക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് അക്കൗണ്ട് സെറ്റപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കോപ്പർ റൈറ്റിംഗ് ലൈഫിൽ എങ്ങനെ ഒരു ഇ ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇ ബുക്ക് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. സോ കോപ്പർ റൈറ്റിംഗ് ലൈഫിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ ഈസിയുള്ള കാര്യം. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഗൂഗിൾ സൈൻ ഇൻ അലൗഡ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ സൈൻ ഇൻ ചെയ്യാം. വൺസ് നമ്മൾ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന ലോഗിൻ ചെയ്തതിനെ കാണാൻ പറ്റുന്നത് ഈ ഡാഷ്ബോർഡ് ആയിരിക്കും. ഡാഷ്ബോർഡിൽ ഇറ്റ് വിൽ ഷോ ഹിയർ ഇറ്റ് വിൽ ഷോ അവർ എന്തെങ്കിലും റീസെൻറ്റ് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എഴുതി കാണിക്കും. അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എ ഹ്യൂജ് ചില ടൈമിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ടേക്ക് അപ്പ് ടു 1 or 2 weeks ടു ഗെറ്റ് റിവ്യൂഡ്. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ ഹോളിഡേയ്സൊക്കെ കൂടുതൽ ഉള്ള കാനഡയിലെ ഒരു ഇതറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിലേ ഇവിടെയും സംഭവിക്കും. അങ്ങനെ ലെറ്റ് കൈൻഡ് ഓഫ് ഒരു കുറേ കൂടി ഇൻഫോംഡ് ആയിരിക്കും ഈ പോർഷനിൽ. അതായത് എന്തെങ്കിലും അപ്കമിങ് ആയിട്ടുള്ള ഡിലേ ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി അറിയിക്കും. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ടെൻസ്ഡ് ഓർ എനിത്തിങ്. സംടൈംസ് ദേ വിൽ സേ ദാറ്റ് okay, New Year is coming, for 8 days we will not be working, something similar to that. Our response will be slower than usual. അങ്ങനെയൊക്കെ പറഞ്ഞവർ കുറച്ച് റിപ്ലൈ കഴിക്കും. നമുക്ക് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന കാരണം കൊണ്ടാണ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിലേഡ്. അത്രേ ഉള്ളൂ ഈ ഒരു പോർഷനിൽ. ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് എന്താ പറയുക എംപ്റ്റി. ഇതിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടോ, ജസ്റ്റ് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അത് വന്നുകൊണ്ടാണ്. ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. യൂഷ്വൽ എല്ലാ പ്ലാറ്റ്ഫോമും ചെയ്യുന്ന മാതിരി ഡാഷ്ബോർഡ്സ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഡാഷ്ബോർഡ് കുറേ കൂടി നോർമലൈസ് ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ബുക്ക് സെയിൽസും കാണിക്കും, കോബോ പ്ലസും കാണിക്കും. ഈ കോബോ പ്ലസ് എന്ന് പറയുന്നത് ആമസോൺ KDP സെലക്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ കോബോയിലും സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട്. ആൻഡ് ഇഫ് യുവർ ബുക്ക് ഈസ് ഗെറ്റിംഗ് റെഡ് ഇറ്റ് പേസ് യു സം എമൗണ്ട്. സിമിലർ ടു എന്താ പറയുക, ഓൾമോസ്റ്റ് ഇതുമാതിരി തന്നെയാണ്. നമ്മുടെ ആമസോണിൻ്റെ KDP സെലക്ട് പ്രോഗ്രാം മാതിരി തന്നെയാണ്. KN പീരീഡ് എന്ന് പറയുമല്ലോ. ആ KN പീരീഡ് എന്താണെന്ന് പിന്നീട് ഒരു കാര്യത്തിൽ പറയാം. ആ ഒരു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേജ് വായിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുള്ള പറഞ്ഞില്ലേ മറ്റേതിൽ. ഇവിടെ ഒരു യൂണിവേഴ്സൽ റേറ്റാണ്. ഇത് ഡസൻറ്റ് മാറ്റർ ഏത് കൺട്രിയിൽ നിന്നാണ്
ആ ഒരു ബുക്ക് റീഡ് ചെയ്യുന്നുള്ളത്. കോബോ പ്ലസ് ഇപ്പം എന്താ പറയുക, സബ്സ്ക്രിപ്ഷൻ്റെ കൺട്രീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റർ ഇവരും ആ ഒരു ആമസോൺ KDP എങ്ങോട്ടാണ് മൂവ് ചെയ്ത് എന്താ പറയുക, ഫോർവേഡ് ചെയ്ത് പോയത്, ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും ഇവർ പോവുക. വൺസ് നമ്മൾ ഈ പേജിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പോകേണ്ടത് ബുക്ക്. ഈ ബുക്കിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് ബുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പബ്ലിഷ് ചെയ്ത ടൈറ്റിൽസ് ഇങ്ങനെ ഇവിടെ താഴേക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ താഴേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ സാധാരണ വേറെ ഒന്നുമില്ല, ജസ്റ്റ് മുമ്പ് പബ്ലിഷ് ചെയ്ത ടൈറ്റിൽസ് ഇവിടെ ഉണ്ടാവും. ആ ടൈറ്റിൽസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സിമിലർ ടു എന്താ പറയുക, ഒരു പ്രൊഫൈൽ പിക്ചർ എഡിറ്റ് ചെയ്യുന്ന മാതിരിയുള്ള കാര്യങ്ങളോടും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേജിലേക്ക് പോകും. പിന്നെ ആ പേജിൻ്റെ ഡീറ്റെയിൽസിൽ എന്താ മാറ്റങ്ങൾ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യാം. സോ വൺസ് നിങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ബുക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോർഷനിലുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ക്രിയേഷൻ്റെ ഇത്. ഈ കോബോ റൈറ്റിംഗ് ലൈഫ് കുറേ കൂടിയും എന്താ പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പക്ഷേ ടൂൾസ് കുറേ കൂടിയും ലെസ്സർ അവൈലബിലിറ്റി ആണ്. അതായത് അത്ര അധികം ടൂൾസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹിയർ മോസ്റ്റ് ഓഫ് ദി തിങ്സ് യു ഹാവ് ടു ഡു ഓൺ യുവർ ഓൺ. കിൻഡലിലും അങ്ങനെ ഗംഭീരമായ ടൂളുകളൊന്നും ഇല്ലെന്നല്ല, പക്ഷേ കിൻഡൽ കുറേ കൂടി എന്താ പറയുക, ഇവോൾവ്ഡ് ആണ്. അതായത് ദേ സ്റ്റാർട്ടഡ് ഏർലി, സോ അവരുടെ പ്ലാറ്റ്ഫോം കുറേ കൂടി ഇവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറേ ടൂൾസുകളും കിട്ടുന്നുണ്ട്. നമ്മളതിൽ എഡിറ്റിംഗ് ടൂൾസിനെ കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടില്ല. ഓൺ ലേറ്റർ ഡേറ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദാറ്റ് വൺ. നൗ കമ്മിങ് ബാക്ക് ടു കോബോ, ഇറ്റ്സ് റിലേറ്റീവ്ലി കാര്യമായിട്ടുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ പേജിൽ എന്ത് കാണണോ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം. സ്റ്റാർട്ടിങ് നമുക്കൊരു ഓർഡറിലാണ്. ഇപ്പം ഈ ബുക്ക് ടൈറ്റിൽ, നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെയും മാനുസ്ക്രിപ്റ്റും ഈ കണ്ടൻറ്റും നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി ഇരിക്കണം ഇത് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ. അപ്പോൾ ഈ ബുക്കിൻ്റെ ടൈറ്റിലൂടെ കൊടുക്കാം. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ആ സബ് ടൈറ്റിൽ കൊടുക്കാം. പിന്നെ സീരീസ് ഇന്നലെ പറഞ്ഞല്ലോ, അതായത് നിങ്ങളൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്ന് വെച്ചിട്ട് ഒരു വേൾഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ സീരീസിൻ്റെ പേര് കൊടുക്കാം. പിന്നെ ഒബ്വിയസ്ലി ഓതറുടെ പേര്, പിന്നെ കോൺട്രിബ്യൂട്ടിങ് ഓതേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പേരും കൊടുക്കാം. പബ്ലിഷറിനെയും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. പ്രത്യേകിച്ച് ഇവിടെ എന്ത് കൊടുത്താലും അവർ ആക്സെപ്റ്റ് ചെയ്യും. ഇംപ്രിൻറ്റിങ്ങിനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പബ്ലിഷിങ് ബുക്ക് വേറെ എന്തെങ്കിലും വേർഷൻസൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇംപ്രിൻറ്റിലേക്കൊക്കെ പോകാം. ഇനീഷ്യൽ ഫേസിൽ ഇംപ്രിൻ്റൊക്കെ ജസ്റ്റ് ഒരു ബ്ലാങ്ക് വിട്ടാൽ മതി. ഓപ്ഷനിൽ കാണാൻ ഒന്നും ടൈപ്പ് ചെയ്ത് പോകണമെന്നില്ല. ട്രൈങ് ടു ലേൺ റൈറ്റ്, സോ ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇംപ്രിൻ്റ് ജസ്റ്റ് വിട്ടു പോവാം. നെക്സ്റ്റ് ആ പേജിൽ അടുത്തൊരു പോർഷൻ കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ഈ പുസ്തകം നിങ്ങൾ ആദ്യമായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് ജനറലി നിങ്ങളിപ്പോൾ നിങ്ങൾ എഴുതിയ ബുക്കാണെങ്കിൽ വേറെ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന ബുക്കായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. പിന്നെ ISBN ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് ബുക്കുകൾക്ക് എല്ലാവർക്കും ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആമസോണിലാണെങ്കിൽ ആമസോൺ പ്രൊവൈഡ് ചെയ്യും, എവിടെയാണെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സെൽഫായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി ഇതാക്കേണ്ടതൊക്കെ ചെയ്യുക. നമ്മൾ അവിടേക്ക് അയച്ച് കുറച്ച് പരിപാടികളുണ്ട് ഒരു പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാനുവൽ പബ്ലിഷിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മാനുവൽ സെൽഫ് പബ്ലിഷിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കാം. ISBN ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇറ്റ്സ് എന്താ പറയുക, നമ്മളത്ര ബോധമൊന്നും ചെയ്യേണ്ടതില്ല, ഇറ്റ്സ് ഓൾറെഡി ഇത്. ഇനി പ്രൈമറി പ്രിൻ്റ് ISBN നമ്മൾ വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ബുക്ക് പ്രിൻ്റ് വിൽക്കാനായിട്ടുള്ള. അവിടെ നിന്ന് ISBN കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ കൊടുക്കാം. സോ ഇറ്റ്സ് ഈസിലി റെഫറൻസബിൾ ആക്കാനും കൂടിയാണ് കേട്ടോ ഈ ബുക്ക്. പിന്നെ ഒബ്വിയസ്ലി ഇത്ര ഉണ്ടെങ്കിൽ അടുത്തത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോഴുള്ളൊരു കാര്യം എന്നുണ്ടെങ്കിൽ, ഈ കോബോ റൈറ്റിംഗ് ലൈഫിൽ മോർ ദാൻ ആമസോൺ KDPയിലുള്ള ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. ഈവൻ ഇന്ത്യയിലുള്ള പല ലാംഗ്വേജസുകളും ഇതിലുണ്ട്. ഈവൻ മലയാളമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഏത് ബുക്കിൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. വൺസ് പിന്നെ പബ്ലിക് ഡൊമൈൻ കണ്ടൻറ്റ് പറഞ്ഞില്ല. ഈ പബ്ലിക് ഡൊമൈൻ കണ്ടൻറ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ആഡ് സം വാല്യൂ ടു ഇറ്റ്. അങ്ങനെ വാല്യൂ ആഡ് ചെയ്താൽ മാത്രമാണ് പബ്ലിക് ഡൊമൈൻ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുക. അല്ലാണ്ടും പറ്റും, ബട്ട് ഡോണ്ട് മേക്ക് തിങ്സ് കോംപ്ലിക്കേറ്റഡ്. അതായത് നിങ്ങൾ വെറുതെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് വിൽക്കാമെന്നുണ്ടെങ്കിൽ യുവർ
ബേസിക്കലി ചീറ്റിംഗ് പീപ്പിൾ. സോ ബെറ്റർ നോട്ട് ഗോ ഇൻ ടു ദാറ്റ് ടെറിട്ടറി. നിങ്ങൾ എന്തെങ്കിലും വാല്യൂ അഡീഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പബ്ലിക് ഡൊമൈൻ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുക. അതർവൈസ് if it's a book written by you, don't worry about all these kind of things. You should say no. Then synopsis അറിയാലോ, ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞായിരിക്കും. യു ഗിവ് എ ഹോണസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ എഴുത്തറിയാത്തവരൊന്നും നോക്കേണ്ട വരുന്നില്ല. നിങ്ങളുടെ ബുക്കിൻ്റെ ഒരു 20 to 30 പേജസ് ഒന്ന് ഫസ്റ്റ് കോപ്പി ചെയ്തിട്ട് ChatGPT അല്ലെങ്കിൽ ജെമിനി അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കീവേഡ്സ് ഒക്കെ തരാൻ പറഞ്ഞ നേരം അങ്ങോട്ട് ആദ്യം തന്നെ കിട്ടും. സോ അത് അറിയില്ല എന്നുള്ളൊരു കാര്യത്തേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ സിനോപ്സിസ് ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് എഴുതുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഒരു ബയർ വന്നിട്ട് നമ്മളെന്തായിരിക്കും ഒരു ബുക്ക് നോക്കുമ്പോൾ കിട്ടുക, വാട്ട് ഐ മീൻസ് ദ റീഡർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ബുക്ക്. സോ ആ ഒരു കാര്യം നേരത്തെ പറയാം. ബാക്കി നിങ്ങളുടെ ബുക്ക് വലുതാണ് ചെറുതാണ് അതൊന്നും ഇറ്റ് ഡസൻ മാറ്റർ ടു ദ റീഡർ. റീഡർ എന്ന് പറഞ്ഞാൽ ആൾക്കറിയേണ്ടത് ഓക്കെ വാട്ട് ഐ ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് ബുക്ക്. അത് ഓണസ്റ്റ്ലി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബി ഈസിയർ ഫോർ ദം ടു മേക്ക് ദ ഡിസിഷൻ. ആൻഡ് എല്ലാതരം ഡിസ്ക്രിപ്ഷനും അലൗഡ് ഉണ്ടോ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാര്യം ചെയ്യണമെന്നൊന്നുമില്ല. വൺസ് ഇത്ര കാര്യങ്ങളോട് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്കും ഓക്കെ ഫോർഗോട്ട് ടു സേ എഡിറ്റ് കാറ്റഗറി ഇവിടെയുണ്ട്. ആമസോണിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ കാറ്റഗറി വരുന്നത്. പക്ഷേ അഗെയിൻ റൂൾസ് ആർ വെരി സിമ്പിൾ. ലൈക്ക് എന്താ പറയുക, നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറി എല്ലാം നമ്മുടെ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടും. പിന്നെ ഒബ്വിയസ്ലി ഇവിടെയും ഒരു ഫാക്ടർ ആലോചിക്കേണ്ട കാര്യം, കോബോ ഡിവൈസസ് ആർ ഓൾസോ യൂസ്ഡ് ബൈ കിഡ്സ്. സോ എനി അഡൾട്ട് കണ്ടൻറ്റ് നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ അത് ഈ അഡൾട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെക്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് സേ മേ ബി വയലൻസ്, ദർ മേ ബി എന്താ പറയുക ഒരു ക്രൈമിനെ പറ്റിയിട്ടായിരിക്കാം, ചിലപ്പം ഇറ്റ്സ് മേ ബി ഒരു അഡൾട്ടായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് ആയിരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിൽ യു ബെറ്റർ നോട്ട് ടു ആ ഒരു കിഡ്സിൻ്റെ ഇതിലേക്ക് അത് പബ്ലിഷ് ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇത്രയും എന്താ പറയുക കണ്ടന്റ് ഈ കാറ്റഗറീസാണ് ഇവിടെ അവൈലബിൾ. ഈ കാറ്റഗറീസിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഹൗ ടു ഫൈൻഡ് പ്രോപ്പറായിട്ട് കാറ്റഗറീസ് സെലക്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഈ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ജോണർ എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ ബുക്കിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുക. ജസ്റ്റ് ഒരു അവയർനെസ്സിന് ഇത്രയും കാറ്റഗറി ഉണ്ട്. വെരി സിമ്പിൾ റൂൾ ഈസ് don't put adult contents into kids section. That's the only rule I follow. Like അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. So that's it. Then next, സോ വൺസ് നമ്മൾ ആ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് പറഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്കും ആഡ് ഈ ബുക്ക് കണ്ടൻറ്റ്. ഈ ബുക്ക് കണ്ടൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ പബ് ഡോക്സ് മോബി ODT എല്ലാം ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ മാനുസ്ക്രിപ്റ്റ് നേരെ എടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ മൈക്രോസോഫ്റ്റ് സ്റ്റൈൽസ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. നിങ്ങളുടെ ബുക്കിൻ്റെ എന്താ പറയുക ഒരു ഇൻറ്റേർണൽ ക്വാളിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യും. അത് ഒബ്വിയസ്ലി നിങ്ങളുടെ ബുക്കിൻ്റെ വിസിബിലിറ്റിയും റാങ്കിങ്ങും ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇതൊന്നും ഇല്ലെങ്കിലും ഇഫ് യുവർ ബുക്ക് കണ്ടൻറ്റ് ഈസ് ഗുഡ് ഇറ്റ് വിൽ ഗെറ്റ് സോൾഡ്. സോ കമ്മിങ് ബാക്ക് ടു ഇവിടെ എന്താണ് നിങ്ങളുടെ ബുക്കിൻ്റെ ഒരു അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വേർഡിലായിരിക്കാം ടൈപ്പ് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചിലപ്പോൾ ഗൂഗിൾ ഡോക്സിലായിരിക്കാം, എവിടെ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ടത് EPUB ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. EPUB ആക്കാൻ അധികം EPUB വെർഷനാക്കാൻ വലിയ പണിയൊന്നുമില്ല. നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക, ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം, ഗൂഗിൾ ഡോക്സ് ആയിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ആസ് EPUB എന്ന് പറഞ്ഞിട്ട്. EPUB ആണ് ഐഡിയലി അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഈ വേർഷൻസ് EPUB ആയിട്ട് പറയാൻ പറഞ്ഞാൽ EPUB ഒരു യൂണിവേഴ്സലായിട്ട് ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ ബുക്ക് റീഡിങ്ങിനുള്ളത്. പക്ഷേ മോബി എല്ലാം ഉണ്ടായിരുന്നു പണ്ട് തന്നെ. പക്ഷേ ഇപ്പം ഈ ഇവന്മാരിടയ്ക്കിട്ട് ഈ പ്ലാറ്റ്ഫോംസ് ഇടയ്ക്ക് റൂൾസ് മാറ്റും. അപ്പം നിങ്ങൾ വേർഡിലാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ അവർ പറയും വേർഡ് ഫയലല്ലാതും സപ്രസ് ആവും, നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ എന്താ പറയുക EPUB വേർഷൻ അപ്ലോഡ് ചെയ്യാൻ പറയും.
അപ്പോൾ ഈ പബ് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ തന്നെ പബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ വേർഡിലും ഇതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലേറ്റർ ഓൺ ഒരു റൂൾ കംസ് ദാറ്റ് യു ആസ്ക് ടു ചേഞ്ച് ടു പബ്. സപ്പോസ് അപ്പോഴേക്കും നിങ്ങളൊരു 10-50 ബുക്കൊക്കെ അപ്ലോഡ് ചെയ്ത ടൈം വന്നിരിക്കും. മേ ബി 1 year യു സ്പെൻഡ് ഓൺ ദിസ് തിങ് ആൻഡ് മേ ബി ഒരു 100 ബുക്സോ 50 ബുക്സോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, യു ഹാവ് ടു ചേഞ്ച് ഈച്ച് ബുക്ക്. അത് അത്ര രസകരമായിട്ടുള്ള പരിപാടി ആയിരിക്കില്ല ആ ടൈമിലാവും. സോ ഗോ വിത്ത് പബ്. ഐഡിയലി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തൊരു പേജിൻ്റെ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സാധാരണ ഒരു ഫയൽ എങ്ങനെ നമ്മൾ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന മാതിരി അതേമാതിരി തന്നെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ലൊക്കേഷനൊക്കെ കാണിച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡായി. യു മേ ഹാവ് ടു വെയിറ്റ് 1 or 2 minutes. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ കാണിക്കും, ഡൺ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വാലിഡേഷൻ റിസർച്ചിൽ ആ ഫയലിലുള്ള എന്തെങ്കിലും മിസ്സിങ് കാണിക്കും. ഇവിടെ മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പബ്ലിഷ് ചെയ്യാണ്ടിരിക്കാൻ സമ്മതിക്കുള്ളൂ. പബ്ലിഷ് ചെയ്യാണ്ടിരിക്കാനുള്ള റീസണുള്ളൂ. ബാക്കി ചെറിയ മൈനർ എററുകളൊക്കെ, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ ഇല്ല എന്നൊക്കെ പറയണം. ചെറിയ പോർഷൻ ഇല്ല എന്ന് പറയുന്നെങ്കിൽ ഒരു ടൈറ്റിൽ ഇല്ല, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ഇല്ല, ബുക്ക് ഓൺലി ഹാസ് ടൈറ്റിൽ, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ എറർ ആണെങ്കിൽ ഇഗ്നോർ ഇറ്റ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതായത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ if you are looking for better experience for the reader, you should always correct here എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ റൂൾ പ്രകാരം ഞാൻ നോക്കണം എപ്പോഴും ചെയ്യാറുണ്ടെങ്കിൽ, ഈവൻ ഇഫ് യുവർ ബുക്ക് ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്, മേക്ക് ദ കണ്ടന്റ് വെരി എന്താ പറയുക യുണീക്ക് ആൻഡ് യൂസബിൾ ഫോർ ദ റീഡർ. ഇനി അപ്ലൈ ഡിജിറ്റൽ മാനേജ്മെൻറ്റ്, ഈ DRMത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം DRM വെച്ചിട്ടാണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഡിജിറ്റൽ മാനേജ്മെൻറ്റ് റൈറ്റ്സ് ഓണാക്കി വയ്ക്കുക എപ്പോഴും. ഇറ്റ് വർക്ക്ഡ് ഗുഡ് ഫോർ മീ, ദാറ്റ്സ് വൈ ഞാനത് പറയുന്നത്. പിന്നെ ജിയോഗ്രഫിക് ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ചില കൺട്രീസിൽ നമുക്ക് റൈറ്റ് ഇല്ല ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ അത് വേറെ തരത്തിൽ നോക്കാം. ഇപ്പോൾ US ചില ക്യാരക്ടേഴ്സ് പബ്ലിക് ഡൊമൈനിലായിട്ടുണ്ടാവും. ഈ പബ്ലിക് ഡൊമൈനിലായ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വേറെ കൺട്രീസിൽ ഇപ്പോഴും എന്തിലായിരിക്കും, കോപ്പിറൈറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഈ ജിയോഗ്രഫി ടെറിട്ടറീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇൻ കേസ് ദിസ് ബുക്ക് ഈസ് റിട്ടൺ എൻറ്റയർലി ബൈ യു ആൻഡ് ഇറ്റ്സ് ഒറിജിനൽ കണ്ടന്റ്, യു ഡോണ്ട് ഹാവ് ടു ബോധർ എനിത്തിങ് അബൌട്ട്. എല്ലാ കൺട്രീസിലും റൈറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ളത്. പിന്നെ ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോബോ പ്ലസ് സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആ ആമസോണിലെ KDP സെലക്ട് പറഞ്ഞല്ലോ, അതുമാതിരി തന്നെ ആ സബ്സ്ക്രിപ്ഷൻ സർവീസിലേക്ക് ഈ നമ്മുടെ ബുക്ക് ലിസ്റ്റ് ഔട്ട് ആവും. അങ്ങനെ ലിസ്റ്റ് ഔട്ട് ആവുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് യൂസ് ചെയ്യുന്ന, അതായത് ആമസോൺ പ്രൈമിലൊക്കെ സിനിമ കാണുന്ന മാതിരി തന്നെ ഈ KB പ്ലസിൽ ബുക്ക് വിസിബിളായിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അവർ അതിൽ നിന്ന് എടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ അവർ വായിക്കുന്ന ഓരോ പേജിനും യു വിൽ ഗെറ്റ് അറൗണ്ട് €0.006 ഐ തിങ്ക്. അത്രയ്ക്കും യൂറോ ആയിട്ടായിരിക്കും അത് വരാം. നിങ്ങളുടെ ബുക്ക് ഒരു 100 പേജ് ഉണ്ടെങ്കിൽ അത് വായിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു €0.66 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എമൗണ്ട് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു 10 പേര് വായിച്ചാൽ അതാണ് അതിൻ്റെ ഒരു സ്കെയിൽ വരുന്നത്. ഇപ്പോൾ കൺട്രീസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബുക്കിൻ്റെ വിസിബിലിറ്റിയും കൂടും. പിന്നെ ഒബ്വിയസ്ലി വേറൊരു ഫാക്ടർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ കോബോ പ്ലസ് സബ്സ്ക്രിപ്ഷനിലുള്ള ബുക്കുകൾ റാങ്കും കൂടുതൽ ഹയർ ആയിരിക്കും, ബിക്കോസ് മോർ പീപ്പിൾ റീഡ് ഇറ്റ്. പിന്നെ വേറൊരു ആസ്പെക്റ്റ് ഉള്ളത്, ആമസോൺ KDP സെലക്ട് മാതിരി ഇതിന് എക്സ്ക്ലൂസിവിറ്റി ഇല്ല. അതൊരു വലിയൊരു കാര്യം. അതായത് നിങ്ങളിവിടെ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ ആമസോണിൽ ബുക്ക് നോർമലി വിൽക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് KDP സെലക്റ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല, പക്ഷേ കോബോ പ്ലസിൽ ഇട്ട ബുക്കുകൾ നമുക്ക് വേറെ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യാനുള്ള അവകാശം അവകാശമില്ല, റൈറ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതായത് ഒരു ലോക്കിൻ ഇതില്ല എന്നുള്ളത്. അത് ഇവർ ക്യാൻഡിങ് കമ്പനി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഓർ മേ ബി ദേ ആർ ട്രൈങ് ടു അട്രാക്ട് മോർ സെൽഫ് പബ്ലിഷിംഗ് ഓതേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കാം. അങ്ങനെ അപ്പോൾ ഇത്തരം സെലക്ട് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇതിപ്പോൾ ഐ തിങ്ക് ടേക്കൺ 2 days ബാക്ക് ഐ തിങ്ക് ഇവിടെയുള്ള കൺട്രീസ് ആയിരുന്നു. ഇതൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 3 കൺട്രീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഏതൊക്കെ കൺട്രീസിലാണ് നമ്മുടെ ബുക്ക് സെലക്ടറിലേക്ക് പോകേണ്ടതിന് അത് സെലക്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ക്ലിക്ക് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ മലയാളം ബുക്കാണ്, അത് വേറെ കൺട്രീസിലൊന്നും വായിക്കില്ല എന്നിരിക്കരുത്. ഏത് കൺട്രീസിലും ഏത് ബുക്കും വായിക്കാം, ആസ് ലോങ് ആസ് പർട്ടിക്കുലർ ലാംഗ്വേജ് ഉള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കാണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ റീച്ചും വേറൊരു ലെവലായിരിക്കും.
കമ്മിങ് ബാക്ക് ടു ലാസ്റ്റ് പോർഷനിലേക്കാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പബ്ലിഷിങ്ങിലുള്ള ഇതിൽ പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസിങ് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 70%. ഇവിടെ എന്താ പറയുക, കൂടുതൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനീഷ്യലി പബ്ലിഷ് ചെയ്യുന്ന നേരത്താണെങ്കിൽ നിങ്ങളൊരു പ്രൈസ് കൊടുക്കുക, ആ പ്രൈസിൻ്റെ 70% നിങ്ങളുടെ ബാക്കിയുള്ള പെർസെൻറ്റേജ് അവരുടെ. പിന്നെ ഇവരുമായിട്ട് ടാക്സ് ട്രീറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ട് തന്നെ അയച്ചു തരും. സോ അതിനെപ്പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, നിങ്ങൾ ബുക്ക് പ്രൈസ് ചെയ്യുന്നത് യു ക്യാൻ ഈസിലി പ്രൈസ് 70% റോയൽറ്റി റിമണ്ടിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈസ്, ആ പ്രൈസിൻ്റെ ഒരു 70% എന്നുള്ള എമൗണ്ട് അവർ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ കൺട്രി വൈസ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആസ് ലോങ് ആസ് യു ആർ ഹോൾഡിങ് ദ റൈറ്റ്സ് ടു യുവർ ബുക്ക്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഒരു ജനറൽ പ്രൈസിങ് കൊടുക്കുക, അത് ജനറൽ കറൻസി ആയിട്ട് യൂറോ സെലക്ട് ചെയ്യുക. യൂറോ അല്ലെങ്കിൽ USD സെലക്ട് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്. അത് നമുക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യണം എന്നുള്ളത് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയേക്കാം, നിങ്ങൾ യൂറോയിലോ USDയിലോ പ്രൈസ് സെലക്ട് ചെയ്യുക. ആ പ്രൈസ് തന്നെ ജനറലി എല്ലായിടത്തേക്കും ഓട്ടോമാറ്റിക്കായി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇത് ഈ പ്രൈസിങ്ങിൻ്റെ പേജ് വരുമ്പോൾ ജസ്റ്റ് എഡിറ്റ് പ്രൈസസ് നോർമലി സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇവിടെ പ്രൈസ് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരാം. അവിടെ ജസ്റ്റ് 3.99 4.99 നിങ്ങളുടെ പ്രൈസ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വൺസ് ഇതിവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പേജ് വരും. ഇതിൽ കഴിഞ്ഞു കേട്ടോ. അതായത് നിങ്ങളുടെ ഈ ബുക്ക് ഇപ്പം ഇതിപ്പോൾ പബ്ലിഷ്ഡ് ആയ ഒരു ബുക്കിൻ്റെ പേജ് ആയതുകൊണ്ട് ഇങ്ങനെയാണത്. ഇങ്ങനെ ഇവിടെ പബ്ലിഷ് എന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഇങ്ങനെ കാണിക്കും. ഇവിടെ ഡേറ്റ് കാണിക്കും എന്നാൽ പബ്ലിഷ് ചെയ്തതെന്ന്. വൺസ് ഇത് ജസ്റ്റ് ക്ലിക്ക് പബ്ലിഷ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ പബ്ലിഷ് വന്നിട്ടുണ്ടെങ്കിൽ ബുക്ക് പബ്ലിഷ് ആയി. ഇപ്പോൾ ഇതിലാകെ ഒരു കാര്യമുള്ളത്, വൺസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ അറിയാമല്ലോ, ആമസോണിൽ ഓൾമോസ്റ്റ് ഒരു 72 hours അവർ പറയുക റിവ്യൂ. ഇവിടെ അവർ അവേഴ്സ് ഒന്നും പറയുന്നില്ല. സോ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടാകും. ചിലപ്പോൾ മേ ബി ഇറ്റ് മേ ടേക്ക് ഹാഫ് ഡേ, 3 day, ചിലപ്പോൾ ഒരാഴ്ചയാവും, ചിലപ്പോൾ 2 ആഴ്ചയാവും, ചിലപ്പോൾ 3 ആഴ്ചയാവും. ഇനി അവരവിടെ വല്ല വെക്കേഷൻ ടൈം അല്ലെങ്കിൽ കൂടുതൽ ഉള്ള ടൈമാണെങ്കിൽ ഇറ്റ് മേ ടേക്ക് അപ് ടു 1 month. സോ ഇതിനൊരു പ്രത്യേകിച്ച് എന്താ പറയുക, ആമസോണിൻ്റെ മാതിരി അത്രയ്ക്ക് സ്പീഡി ആയിട്ടായിരിക്കില്ല കാര്യങ്ങൾ വരിക. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഹാസ് എ സർട്ടൺ കൈൻഡ് ഓഫ് ഒരു കുറേ എന്താ പറയുക, ഒരു വലിയൊരു ഇവർക്കും ഒരു ഓതർഷിപ്പ് എന്താ പറയുക, റീഡർഷിപ്പ് ഉള്ളതാണ്. ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ ഒരു മേ ബി 5 to 10% ഒക്കെ മാർക്കറ്റ് ഇവരുടെ കയ്യിലുണ്ട്. സോ യു ഷുഡ് നോട്ട് ബി മിസ്സിങ് ഔട്ട് എനി മാർക്കറ്റ്. ഇപ്പോൾ ആമസോൺ KDP ഒരു 70 to 80% മാർക്കറ്റ് ഉണ്ടെങ്കിൽ ബാക്കി 20% നമ്മൾ വിട്ടുകളയെന്നല്ല പറയുന്നത്. സോ അവിടെയും നമ്മുടെ പ്രസൻസ് ഇതാക്കാനായിട്ട് യു ക്യാൻ യൂസ് ദിസ് പ്ലാറ്റ്ഫോം. കോബോ സെറ്റപ്പ് ഈസ് വെരി ഈസി. പിന്നെ പറയുന്നുണ്ടെങ്കിൽ വളരെ മിനിമലിസ്റ്റിക്, ഒരു അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഈ ആമസോണിൻ്റെ ഒരു എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും ആമസോണിൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇതേ എന്താ പറയുക, എല്ലാ ടൈനി കാര്യങ്ങളും ഇൻവോൾവ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക ക്യൂബർസമാകും കുറേ കൂടി. ഇത് ഭയങ്കര ഇവോൾവ്ഡ് ആയിരിക്കും. ഈ കോബോ റൈറ്റിംഗ് ലൈഫൊക്കെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെയൊക്കെ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോബോ റൈറ്റിംഗ് ലൈഫിൽ ഒരു ബുക്ക് എങ്ങനെ പബ്ലിഷ് ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിത് എവിടെ പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യമൊന്നുമില്ല. എവിടെ പബ്ലിഷ് ചെയ്താലും ദ കണ്ടൻറ് ഷുഡ് ബി ഗുഡ് ഇനഫ്. അത് തന്നെയാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഒരു ബാഡായ കണ്ടൻറ്റ് ഇപ്പോൾ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കൊണ്ടിട്ടിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് വേറൊരു സംസാരിക്കാം. എവിടെ ചെയ്തിട്ടും കാര്യമില്ല. ഇഫ് ദ ബുക്ക് ഈസ് ഗുഡ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് സോൾഡ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, യു റെസ്പെക്റ്റ് യുവർ റീഡേഴ്സ്. അതന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഇതിൽ എന്താ സർവൈവ് ചെയ്യാനുള്ളൊരു പരിപാടി. അതായത് യു ഡോണ്ട് റൈറ്റ് വാട്ട് യു വാണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ഓതറൊക്കെ ഉണ്ടെങ്കിൽ ഐ എം നോട്ട് ഡിസ്കറേജിങ്. അതെന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുക്ക് ചെയ്താണ്ട് കഴിവൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് യുവർ ബുക്ക് ടു ഗെറ്റ് സോൾഡ്, യു ഗിവ് വാട്ട് പീപ്പിൾ വാണ്ട്. അതിലൊരു 2 തരം സ്ട്രാറ്റജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ബ്ലൂ ഓഷ്യൻ, റെഡ് ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഏതാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് ആ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ദിസ് ഈസ് ഇറ്റ്, ഹൗ യു ക്യാൻ പബ്ലിഷ് എ ബുക്ക് ഇൻ കോബോ റൈറ്റിംഗ് ലൈഫ്. ട്രൈ ഇറ്റ്. ഇതത്ര എന്താ പറയുക, ഒരു കോംപ്ലക്സ് ആയിട്ടൊരു ടാസ്ക് ഒന്നുമല്ല. You can do it from your home. All right, thank you for watching.